എം ശാലിന കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണവർ. എം ശാലീന കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത. 13 വയസ്സിനിടെ 2 ഛിന്നഗ്രഹങ്ങളെ കണ്ടെത്തി പ്രശസ്തനായ മലയാളി ബാലനാണ് കാസർഗോഡ് സ്വദേശിയായ സൂര്യ നാരായണൻ. 13 വയസ്സിനിടെ 2 ഛിന്നഗ്രഹങ്ങളെ കണ്ടെത്തി പ്രശസ്തനായ മലയാളി ബാലനാണ് കാസർഗോഡ് സ്വദേശിയായ സൂര്യ നാരായണൻ. ലോറൻസ് വോങ് സിംഗപ്പൂർ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. 2025 മാനവവികസന സൂചികയിൽ ഇന്ത്യക്ക് 130 സ്ഥാനം. ഐസ്ലാൻഡാണ് 1-ാം സ്ഥാനം. 2025 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 130 സ്ഥാനം. 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഐസ്ലാൻഡ്. ഇന്ത്യയിൽ പ്രവർത്തനമാരംഭിക്കുന്ന ആദ്യ US സർവകലാശാലയാണ് ഇല്ലിനോയ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. മുംബൈയിലാകും പ്രവർത്തിക്കുക. ഇന്ത്യയിൽ പ്രവർത്തനമാരംഭിക്കുന്ന ആദ്യ US സർവകലാശാല ഏതെന്ന് ചോദിച്ചാൽ ഇല്ലിനോയ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, മുംബൈ. ആഗോള മാധ്യമ സ്വതന്ത്ര സൂചികയിൽ ഇന്ത്യക്ക് 151-ാം സ്ഥാനം. ആഗോള മാധ്യമ സ്വതന്ത്ര സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 151. 130-ാം സ്ഥാനം. മാനവ വികസന സൂചികയിൽ ഐസ്ലാൻഡിന് മാനവ വികസന സൂചികയിൽ 1-ാം സ്ഥാനം. 151-ാം സ്ഥാനമുള്ളത് മാധ്യമ സ്വതന്ത്ര സൂചികയിൽ. 151. ഫിൻലാൻഡിനാണ് 1-ാം സ്ഥാനം. റൊമാനിയൻ പ്രസിഡന്റായി നിഗൂസോർ ഡാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. റൊമാനിയൻ പ്രസിഡന്റ് നിഗൂസോർ ഡാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ബലൂചിസ്ഥാൻ. അരുണാഭ ഘോഷ് UN കാലാവസ്ഥാ സമ്മേളനത്തിന് ദക്ഷിണേഷ്യൻ പ്രതിനിധിയായി നിയമിതയായി. അരുണാഭ ഘോഷ്. കൊട്ടാരക്കരയാണ് 6ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി. മധ്യപ്രദേശിലെ ഇൻഡോർ യാചകമുക്ത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടു. പ്രമുഖ നടൻ മോഹൻലാലിൻ്റെ ജീവചരിത്രം മുഖരാഗം എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുന്നു. പ്രമുഖ നടൻ മോഹൻലാലിൻ്റെ ജീവചരിത്രം മുഖരാഗം ആരുടെ ജീവചരിത്രമാണെന്ന് ചോദിച്ചാൽ മോഹൻലാൽ. നഗരസഭാ പ്രദേശങ്ങളിൽ തണൽ മരങ്ങളും ഫലവൃക്ഷ തൈകളും നട്ടുപിടിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ആസൂത്രണം ചെയ്ത് രാജ്യമൊട്ടാകെ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് വുമൺ ഫോർ ട്രീ ഹരിതനഗരം. 2000 ഈ വർഷത്തെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം കന്നഡ സാഹിത്യകാരി ബാനു മുഷ്താഖിൻ്റെ 12 ചെറുകഥകളുടെ സമാഹാരമായ ഹാർട്ട് ലാമ്പിന് ലഭിച്ചു. അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ലഭിച്ചത് കന്നഡ സാഹിത്യകാരി ബാനു മുഷ്താഖിൻ്റെ 12 കഥകളുടെ സമാഹാരമായ ഹാർട്ട് ലാമ്പിന്. ONV സാഹിത്യ പുരസ്കാരം. കവി പ്രഭാവർമ്മക്ക് 3 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. വൈഷ്ണവം സാഹിത്യ പുരസ്കാരം. ശ്രീകുമാരൻ തമ്പിക്ക് 1,11,111 രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. വൈഷ്ണവ് സാഹിത്യ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക്. ONV സാഹിത്യ പുരസ്കാരം കവി പ്രഭാവർമ്മക്ക്. 2025 മാധവിക്കുട്ടി പുരസ്കാരം സുഭാഷ് ചന്ദ്രന്. 25 മാധവിക്കുട്ടി പുരസ്കാരം സുഭാഷ് ചന്ദ്രന്. MP വീരേന്ദ്രകുമാർ കർഷക ശ്രേഷ്ഠ പുരസ്കാരം ചാരുപാറ രവിക്ക്. MP വീരേന്ദ്രകുമാർ കർഷക ശ്രേഷ്ഠ പുരസ്കാരം ചാരുപാറ രവിക്ക്. പ്രഥമ ഹർമൻ ഗുണ്ടാർട്ട് പുരസ്കാരം ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ്. ഗായകൻ ബിജു നാരായണന് കലാരത്ന പുരസ്കാരം. 1 ലക്ഷം രൂപയും ശില്പമടങ്ങുന്നതാണ് പുരസ്കാരം. തപസ്യ കലാസാഹിത്യവേദിയുടെ മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക പുരസ്കാരം സാഹിത്യ നിരൂപകൻ ആശാ മേനോനും ലഭിച്ചു. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ ക്യാപ്റ്റനായി ശുഭ്മാൻ ഗില്ലിനെ നിയമിച്ചു. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം സ്പെയിനിൻ്റെ കാർലോസ് അൽക്കാരസിന്. ഫൈനലിൽ ഇറ്റലിയുടെ യാനിക് സിന്നറിനെയാണ് അൽക്കാരസ് പരാജയപ്പെടുത്തിയത്. ഇറ്റാലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം ജാസ്മിൻ പൗളിനിക്ക്. ഫൈനലിൽ അമേരിക്കയുടെ കൊക്കോ ഗാഫിനെയാണ് ജാസ്മിൻ പരാജയപ്പെടുത്തിയത്.